ആലപ്പുഴ ജില്ലയിലെ CPIM-ന്റെ വിമത നീക്കം ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ പുകച്ചിലും നീറ്റലും ചില്ലറയൊന്നുമല്ല. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതും നാസർ എന്ന CPIM-ന്റെ ജില്ലാ സെക്രട്ടറി CPIM-നെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയാണ് എന്ന് പ്രതിഭാഹരി അടക്കമുള്ള MLA-മാർ തുറന്നടിച്ചതും പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇതാ തുമ്പോളിയിൽ അവിടെ നിരവധി ബ്രാഞ്ച് കമ്മിറ്റികൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി CPI-യിൽ ചേർന്നിരിക്കുന്നു, നിരവധി പേർ കോൺഗ്രസിലേക്ക് ചേരുന്നു. ഇത്തരത്തിൽ CPIM വിട്ടുകൊണ്ട് ഒന്നുകിൽ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ CPI-യിലേക്കോ ചേരുന്ന ഒരു കാഴ്ചയാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് CPIM-ന്റെ അന്ത്യത്തിൻ്റെ തുടക്കം കുറിക്കലാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് നിരവധി ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, തോമസ് ഐസക്കിനെയും സുധാകരനെയും എല്ലാ തരത്തിലും ഒതുക്കാൻ ആലപ്പുഴയിൽ കൃത്യമായി CPIM-നുള്ളിൽ ഒരു മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട് എന്ന് തുറന്നടിച്ച വ്യക്തികൾ CPIM-ൽ ഇപ്പോൾ അവർക്കൊന്നും സ്ഥാനമാനങ്ങളില്ല. പ്രതിഭാഹരി അടക്കമുള്ളവർ തുറന്നടിച്ചു സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ളവരെ പോലും ഒതുക്കാൻ ഇവിടെ നടത്തുന്ന നാണം കെട്ട കളിയെക്കുറിച്ച്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് പ്രതിഭാഹരി. അവർ കായംകുളം MLA ആയിരുന്ന സമയം മുതൽ അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കൽ, അനാവശ്യമായിട്ടുള്ള പാർട്ടി ചട്ടവിരുദ്ധ നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ തിരിയുമ്പോൾ അവർ പറയുന്നത് തന്നെ പല കാരണങ്ങളാൽ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് പ്രതിഭാഹരി പല വിഷയങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ സുധാകരൻ കൃത്യമായി പറഞ്ഞു, നാസറിനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ CPIM തകർന്ന് തരിപ്പണമാകും ആലപ്പുഴയിൽ എന്നുള്ളത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളത്ത് സാക്ഷാൽ VS പോലും പരാജയപ്പെട്ടത് വിമത നീക്കത്തിൻ്റെ വലിയ ശക്തിയിലാണ്. അതുകൊണ്ട് വിമത നീക്കം എന്നത് നിസാരവൽക്കരിക്കാൻ കഴിയില്ല. സുധാകരൻ മത്സരിച്ച് വിജയിച്ച അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ സലാമിൻ്റെ ഭൂരിപക്ഷം പകുതിയിലായി കുറഞ്ഞു. 1/3 കുറഞ്ഞ ചിത്തരഞ്ജൻ്റെ കാര്യവും ചില്ലറ കാര്യമായി ഒരു നഷ്ടമായി കണക്കാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം CPIM-ന് അറിയാം വോട്ട് ചോർച്ച. ആലപ്പുഴയിൽ കോൺഗ്രസിന് തിരിച്ചുവരവിൻ്റെ കാലമാണ് എന്നുള്ളത് സൂചിപ്പിക്കൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏക MLA ഇപ്പോൾ നിലവിൽ ഹരിപ്പാട് നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല മാത്രമാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ ആലപ്പുഴ ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നുള്ളത് വ്യക്തം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPIM പല സെഗ്മെൻറ്റുകളിലും 3-ാം സ്ഥാനത്തേക്ക് പോയത് AM ആരിഫിൻ്റെയും സലാമിൻ്റെയും അതുപോലെ തന്നെ നാസറിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ ജനങ്ങളോടുള്ള സമീപനത്തിന് കിട്ടിയ ചുട്ട മറുപടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും വളരെ വൈകാതെ തന്നെ BJPക്കും പുറകിലേക്ക് ആലപ്പുഴയിൽ CPIM തകർന്നടിയും എന്ന് തന്നെയാണ് പാർട്ടി വിട്ടവർ പറയുന്നത്.